ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായി ബി ജെ പി കരുതിയത് മുനമ്പമാണ്. മുനമ്പത്തെ ആ വാർഡിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണോ? ക്രൈസ്തവ ന്യൂനപക്ഷം ബി ജെ പിയോട് അടുക്കുന്നു എന്ന് അവർ പലതവണ പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ വ്യക്തമാകുകയാണോ? തൃശ്ശൂരിലെ MP ഇലക്ഷനിൽ അവിടെ ക്രൈസ്തവരുടെ വോട്ടോടുകൂടി തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മുനമ്പത്ത് വിജയിച്ചു. കോട്ടയത്ത് ഷോൺ ജോർജിന്റെ തട്ടകത്തിൽ, PC ജോർജിന്റെ തട്ടകത്തിൽ പലയിടങ്ങളിലും വലിയ മുന്നേറ്റം. തീർച്ചയായിട്ടും. കാരണം ഈ വർഗീയത പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന ചില സമുദായങ്ങൾ ബി ജെ പിയോടുള്ള തൊട്ടുകൂടായ്മ മാറ്റി അവരോട് അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ ഈ മുനമ്പത്തിന്റെ പ്രശ്നം പറഞ്ഞു. മുനമ്പം എന്ന് പറയുന്നത് അവിടെ 500ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളായിരുന്നു. മത്സ്യബന്ധന ഉപജീവനമാക്കിയ 500ഓളം കുടുംബങ്ങൾ. അവർക്കൊരു വിഷയം വന്നപ്പോൾ, അവരുടെ ഭൂമി കടപ്പാടം നഷ്ടപ്പെടും എന്നൊരു പ്രശ്നം വന്നപ്പോൾ അവിടെ CPM ഇല്ലായിരുന്നു, കോൺഗ്രസും ഇല്ലായിരുന്നു, ലീഗ് തീരെയില്ല, മറ്റ് സംഘടനകളൊന്നുമില്ല. ആ സാഹചര്യത്തിൽ യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയ പാർട്ടിയാണ് BJP. കാരണം സാധാരണഗതിയിൽ കേരളത്തിന്റെ സാഹചര്യം വെച്ചിട്ട്, രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഒരു വിഷയത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നാളെ അത് നമുക്ക് വോട്ടായിട്ട് ഗുണം ചെയ്യുമോ നോക്കിയിട്ടാണ് പാർട്ടികൾ പൊതുവെ പോയി തലയിടുന്നത്. പക്ഷേ BJP ഇതിൽ ഇടപെട്ടപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരെ പറഞ്ഞത് BJP കാണിക്കുന്ന ആന മണ്ടത്തരമാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി എത്ര പ്രവർത്തിച്ചാലും അവർ തിരിച്ച് കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ BJP കമ്മ്യൂണിസ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു ചിന്ത അവിടുത്തെ മുനമ്പത്ത് ജനങ്ങളെ മാറ്റി. 28 വോട്ടിന്റെ കുഞ്ഞുമോനെ അവിടെ ജയിപ്പിച്ചു BJP സ്ഥാനാർത്ഥി. അപ്പോൾ BJPയുടെ ഒരു നയം, അതായത് ജനങ്ങൾക്കൊപ്പം വികസനത്തിനൊപ്പം എന്നുള്ള BJPയുടെ നയം അവിടെ ആളുകൾ വിശ്വാസത്തിലെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം രാഷ്ട്രീയം നോക്കാതെ നിൽക്കുന്നവർ BJP നേതാക്കളും പ്രവർത്തകരും മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് മുനമ്പംകാർക്കുണ്ടായി. അതുകൊണ്ടാണ് മുനമ്പംകാർ അവരുടെ പ്രതിനിധിയായിട്ടൊരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത്. മറുവശത്ത് ഈ ക്രിസ്ത്യൻ ബെൽറ്റുകൾ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു റീജിയനുണ്ട്, പ്രത്യേകിച്ചും ഈ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ചുള്ള ക്രിസ്ത്യൻ ബെൽറ്റ്, പിന്നെ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങൾ. ഇപ്പോൾ വന്ന സൂചന അനുസരിച്ചിട്ട് കോട്ടയത്ത് BJPക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ, തിരുവല്ല മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം BJPക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിസ്ത്യൻ വോട്ടും കൂടി ഇല്ലാതെ ഒരിക്കലും ആ ഒരു സാധ്യത വരാൻ കഴിയില്ല. കാരണം അവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ വിഭാഗം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നൊന്ന് ഈ നമ്മുടെ കേരള കോൺഗ്രസിന്റെ തട്ടവും കൂടിയാണ്. പല കേരള കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ആ കേരള കോൺഗ്രസ് എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കോട്ടയം ജില്ല. അപ്പൊ അവിടെ ജോസ് കെ മാണിയുടെ വാർഡിൽ പോലും ആ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്, മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ ഷിഫ്റ്റ് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടേഴ്സിൽ നിന്നും ഉണ്ടായി തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എങ്ങനെയൊക്കെ അവരെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ പറ്റി മാറ്റിയെത്താൻ ശ്രമിച്ചാലും വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഉള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വികസനത്തിന്, അല്ലെങ്കിൽ മോദിയാണ് ശരി എന്നുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അല്ല, അത് നിയമസഭയിൽ നമുക്ക് ഇത് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ട് നിയമസഭയിൽ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ കുറച്ച് സീറ്റുകളിൽ BJP മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞുവെങ്കിൽ അതൊക്കെ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ചേരാനാണ് സാധ്യത. കാരണം അവരുടെ ഒരു അറപ്പ് മാറിയല്ലോ. BJPക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കളിയാക്കലും അറപ്പിന്റെ ഒക്കെ ഒരു ഭാഗത്ത് കുറെ കാലം വരെ അത് മാറി. ഹിന്ദുക്കളിൽ ഒരുപാട് വലിയൊരു മാറ്റം വന്നു. സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പോടെ ക്രിസ്ത്യാനികളിലും ആ ഒരു മാനസികമായ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ക്രിസ്ത്യൻ സംഘടനകളുടെയും അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സഭകളുടെയൊക്കെ അനുഗ്രഹം BJPക്ക് ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. ഇനി അവർ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ ക്രിസ്ത്യൻ യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കാസ എന്ന് പറയും. ആ സംഘടന
ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ നടത്തുന്ന ഒരു വലിയൊരു ബോധവൽക്കരണം. കാരണം നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് അവരവിടെ പിന്നെ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ പരമ്പരാഗതമായ ഈ കൈപ്പത്തിക്കൊപ്പം അല്ലെങ്കിൽ ചുറ്റുകാരുവാളിനും വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണം അവരവരുടെ യുവാക്കൾ പ്രത്യേകിച്ച് ഇപ്പൊ വന്ന വോട്ടുകളൊക്കെ ഈ ക്രിസ്ത്യൻ യുവാക്കളുടെ വോട്ടുകളായിരിക്കും കൂടുതൽ ഇപ്പം BJP ചേർന്ന് വരുന്നത് നമുക്ക് മനസ്സിലാക്കും. കൃത്യമായ കണക്കൊന്നും പിന്നെ പറയാൻ കഴിയുന്നു. അപ്പൊ അവരുടെ സംഭാവനയും ചെറുതല്ല. അപ്പൊ ഇത്തരത്തില് ക്രിസ്ത്യൻ സംഘടനകളും പിന്നെ അതുപോലെ തന്നെ പിന്നെ ക്രിസ്ത്യൻ യുവതയും അവരൊരു മാറ്റം അവരാഗ്രഹിക്കുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. അത് സ്വാഭാവികമായിട്ട് നിയമസഭയിൽ റിഫ്ലക്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പലതവണ കണ്ടിട്ടുണ്ട് മുനമ്പവുമായി ബന്ധപ്പെട്ടും മറ്റു വിഷയങ്ങളിലും UDF ഈ ക്രൈസ്തവരെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കുറച്ച് വോട്ടുകൾ UDFന് ലഭിച്ചിട്ടുണ്ടല്ലോ, ന്യൂനപക്ഷത്തിന്റെ. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരു കാലത്ത് UDFന്റെ കുത്തകയാണ്. കാര്യം അവർക്ക് കണ്ണും പൂട്ടിക്കൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, അവരുടെ വോട്ട് പ്രതീക്ഷിക്കുക. ആ സാഹചര്യം ഇപ്പോൾ മാറി. ആ സാഹചര്യം മാറിയെന്ന് പറഞ്ഞാൽ അതിൽ ഈ ക്രിസ്ത്യൻ വിഭാഗം അവരിത്രയും കാലം കോൺഗ്രസ് ചതിക്കുകയായിരുന്നു എന്ന് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പതിയെ കോൺഗ്രസ് എന്ന് UDF എന്നും അവർ പതിയെ ആകുന്നു. കാരണം ഇവിടെ UDFനെ ഇപ്പം നിയന്ത്രിക്കുന്നത് ചില വർഗീയ ശക്തികളാണ്. SDPI പോലുള്ള അല്ലെങ്കിൽ പിന്നെ ഈ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രത്യേകമായിട്ട് അഭിപ്രായമൊന്നുമില്ല. ഇവർ പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുക. ഈ ഒരു തിരിച്ചറിവ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞതുപോലെ ഈ പ്രീണനമില്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേ രീതിയിൽ കാണുന്ന വികസനം മാത്രം മുന്നോട്ട് വയ്ക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ഒരു പോളിസി മുന്നോട്ട് വയ്ക്കുന്ന BJPയുടെ അവർ അടുക്കാനുള്ള കാരണം അതാണ്. LDFനോട് അവർ പണ്ടേ അവർക്ക് വലിയ പ്രതിയില്ലാത്തതാണ് ഈ പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിന്. സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത ചോയ്സ്, ബെസ്റ്റ് ചോയ്സ് ആയിട്ട് അവർ കാണുന്നത് BJPയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ വോട്ട് BJPയിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഇത് പ്രധാനമായി ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ ലഭിക്കുന്നതിവിടെ മധ്യ കേരളത്തിലാണ്. മധ്യ കേരളത്തിൽ ഇനി കേരള കോൺഗ്രസുകൾ എങ്ങോട്ട് പോകും? പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം നമുക്കറിയാം ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരാൻ കഴിയുന്നതെന്ന് അവർ നോക്കും. എന്നിട്ട് ഒരു മറുകണ്ഠം ചാട്ടമുണ്ട്. അപ്പോൾ നിലവിലെ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് UDFനാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് സാധ്യതയാണ്. അപ്പോൾ ഒരു മറുകണ്ഠം ചാടുന്നു. അല്ല, നമുക്ക് ഇതിനെ ബ്ലൈൻഡായിട്ട് UDFന് സാധ്യത ഒന്നും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനി 6 മാസം തെരഞ്ഞെടുപ്പിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ മാറ്റം ഇനി വന്നുകൂടാകുകയില്ല. ഈ ഒരു വിജയത്തിൽ അർമാദിക്കുകയാണ് UDF ചെയ്യുന്നതെങ്കിൽ മുമ്പ് പറ്റിയ അബദ്ധം, 2020 പറ്റിയ അബദ്ധം ആയിരിക്കും വീണ്ടും UDFനെ കാത്തിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ മനസ്സാറ് അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾ അവരുടെ മുന്നിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ, മറ്റു പൊതു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ടായിരിക്കും ജനം വോട്ട് ചെയ്യുന്നത്. തദ്ദേശത്തിൽ നമ്മൾ വിജയിച്ചു, അതുകൊണ്ട് നമുക്ക് പിന്നെ നിയമസഭയിൽ ഒരു വോട്ട് ചെയ്തെന്ന് പറഞ്ഞ് വെറുതെ അടയിരുന്നു കഴിഞ്ഞാൽ ആ വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. താഴെ ഇറങ്ങി പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ ഉണ്ടാവൂ. ആ പ്രവർത്തനം കൊണ്ടാണ് BJPക്ക് നേട്ടമുണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ അവർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്ത് പിന്നെ വലിയ തോതിലുള്ള ഈ വികസന പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവരിപ്പോൾ ഇവിടെ ഭരണം പിടിച്ചത്. അല്ല വെറുതെ അല്ല, ആളുകൊണ്ട് ചുമ്മാ കൊണ്ട് കുത്തിയതല്ല. അപ്പോൾ ആ ഒരു കഷ്ടപ്പെടൽ എന്ന് പറയുന്നത് ഒരു പിന്നെ ഇതുവരെ ആളുകൾ പിന്നെ കുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ചിഹ്നത്തിലേക്ക് ജനങ്ങളെ അടുപ്പിച്ചുവെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടുണ്ടായതാണ്. ആ ഹാർഡ് വർക്ക് UDF ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ ഒരു ഗുണം അസംബ്ലിയിൽ കിട്ടത്തുള്ളൂ. മറ്റൊന്ന്, BJP NDA പിന്നെ മുന്നണി കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി വരുന്നതോടുകൂടി നേരത്തെ സൂചിപ്പിച്ച മാണി കോൺഗ്രസ് പോലുള്ള കേരളത്തിൽ അപ്രസക്തമാകും. അതായത് ഒരു MLA ഒക്കെ വെച്ച് പിന്നെ ഈ നിൽക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി, പിന്നെ ഈ മാണി കോൺഗ്രസ്, പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ഗതാഗത മന്ത്രി ഉണ്ടല്ലോ ഗണേശന്റെ പാർട്ടി, ഇതൊക്കെ അപ്രസക്തമാകും. സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും എന്തിനാണ് ഈ പിന്നെ ഈ പാർട്ടികളെ പിന്നെ നമ്മളിനി വളർത്തുന്നതെന്ന് അവർ ചിന്തിച്ച് ഒരു വലിയൊരു പാർട്ടിക്ക് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസിനെ തകർച്ചയായിരിക്കും ഉണ്ടാകും. മാത്രമല്ല കേരള കോൺഗ്രസിന്റെ മാണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF ആണ് ഇനി സാധ്യതയെങ്കിൽ അങ്ങോട്ട് ചാടാൻ അയാൾ ശ്രമിക്കും. പക്ഷേ ഇനിയൊരു വളർച്ച കേരള കോൺഗ്രസിന് കേരളത്തിൽ പ്രതീക്ഷയുണ്ട്. മുമ്പ് ഉണ്ടായതുപോലെ ഈ വളരുംതോറും വളരും എന്നുള്ളൊരു ആപ്തവാക്യമായിരുന്നല്ലോ ഇവരെ കുറിച്ചുള്ളത്. ഇനി പുലർന്നാലും ഒരിക്കലും ഈ പാർട്ടി വളരില്ല എന്നുള്ളതാണ്. അതിൻ്റെ തളർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അത് തളർന്ന്
ആവശ്യമായി ഈ പാർട്ടി ഇത്തരം കൊച്ചു പാർട്ടികൾ കേരളത്തിൽ അസ്തമിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇവരൊക്കെ എന്താണ് ഈ ജനാഭിപ്രായം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് സമ്പത്തുണ്ടാക്കുകയും നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം പോയിട്ട് വികസനം പ്രധാനമായി ലക്ഷ്യമാക്കുന്ന ദേശീയ താല്പര്യമുള്ള പാർട്ടികൾക്കായിരിക്കണം സ്വാഭാവികമായിട്ടും ജനം വോട്ട് ചെയ്യേണ്ടത്. അതായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം കാണാൻ പോകുന്ന ചിത്രം.